അല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖ്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിവരങ്ങളും സുഖല്ലേ? നമ്മളിപ്പോൾ ഇന്ന് വറകും പണിയിലാട്ടോ. നല്ല ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചീനല്ലേ. അവിടെ അടുത്ത് തന്നെ അയൽവാസിൻ്റെ ഒരു പ്ലാവ് എൻ്റെ ആങ്ങളെ കച്ചവടമാക്കിയതേനു. ആങ്ങളെയാണ് ഇപ്പോൾ ആ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഇരിക്കണു. അവൻ്റെ സ്നേഹിതനാണ് ആ വാങ്ങിക്കൊണ്ട് കേട്ടോ. ഓലാദ്യം ഗൾഫിലും ഒപ്പേനു ഡ്രൈവർമാരേനു. അപ്പോൾ അങ്ങനെ പരിചയത്തിൽ അയാൾ മരം വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ചുള്ളലുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ 5 മണി വരെ ഞാൻ കാത്തിരുന്നു. പണിക്കാരെല്ലാവരും പോട്ടെ വിചാരിച്ചുകൊണ്ട്. പിന്നെ 5 മണിയായിട്ട് ഓല് പോയിട്ടില്ല. വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുക തന്നെയല്ലേ. അപ്പോൾ പിന്നെ 5 മണി കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ പോയി. പിറ്റേ ദിവസം കൊണ്ടുവന്നാലൊക്കെ മതി. പക്ഷേ എന്താ വെച്ചാൽ പിറ്റേ ദിവസം ഓൽക്ക് പിറ്റേ ദിവസം തന്നെ കുറ്റിയടിച്ചലാണ്. അപ്പോൾ ആ സ്ഥലം ഒഴിവാക്കി കൊടുക്കണമല്ലോ വിചാരിച്ചാൽ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ അർജൻറ്റ് ആയിക്കാണ്ട് അങ്ങേ തൊടുക്കാണ്ട് വലിച്ചിട്ടു. പിന്നെയാണ് അവിടുന്ന് ഇങ്ങനെ സാവധാനം കൊടുന്നതാട്ടോ. ഇങ്ങനത്തെ ചുള്ളലായ എന്താ പറയുക, നമുക്ക് അടുപ്പിക്കാണ്ട് വെച്ച് കൊടുത്താൽ മതി. മറ്റേ ചുള്ളലും അല്ലേനും ഓരോ കമ്പല്ലേ. അപ്പം അങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കൊത്തി പൊളിച്ചും വേണ്ട, തിരിച്ച് പൊടിച്ചിട്ടാനും വേണ്ട, പാളി പോകൂല. നല്ല പിലാവിനല്ല ചുള്ളലല്ലേ. അത്യാവശ്യം കാനൊക്കെ ഉള്ള ചുള്ളലിട്ടാ. പറ്റ ചെറുതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ചൊക്കെ വലിപ്പമുള്ള തന്നെയാണ് കൊടുന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ വെട്ടൂടും വലിയ കഷ്ണങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇട്ടാൽ കൊത്തി പൊളിച്ചാനൊക്കെ. അപ്പോൾ അവനെ അറിയുന്ന ആളായതുകൊണ്ട് ഇത് കൊണ്ടേക്കോ പിന്നെ പറഞ്ഞാണ്ട് അയാൾ കുറേ വിറകൊക്കെ തന്നു കിട്ടാം. പിന്നെന്താ, അപ്പം ഇന്ന് ഫുള്ള് ആ പണിമലാണ് അടുക്കളയിൽ. അപ്പോൾ ചക്കി ഉണ്ടായിരുന്നു, അതിമട്ട ഇടിച്ചക്കി ഉണ്ടായിരുന്നു. ഇടിച്ചക്കൊക്കെ അയാൾ പിലാവ് ഒന്നായിട്ട് വാങ്ങിയതല്ലേ. അപ്പോൾ അയാൾ തന്നെ ചാക്കിലിട്ട് കാണ്ട് കൊണ്ടുപോയൊക്കെ ചെയ്തു കിട്ടാം. അപ്പം ഞങ്ങൾക്കൊക്കെ തന്നു ചക്ക കൂട്ടാൻ വെച്ചുകൂടി ഇറങ്ങാണ്ട്. അങ്ങനെ അപ്പം അടുക്കളയിൽ ചക്ക കൂട്ടാൻ വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ മോന് ചക്ക ഉണ്ടപ്പോൾ തന്നെ എന്താ അതെ എനിക്ക് വേണം എന്നൊക്കെ പറയണ്ട. കൂട്ടാൻ വെച്ചാൽ കൂട്ടുമല്ലോ എന്നറിയില്ല. ഓനും പുളിയാടിച്ചാൽ ആദ്യമായിട്ട് കാണില്ല. എന്താ അതൊന്നും അറിയില്ല കേട്ടാ. അടുക്കള പണി ഒന്നും ചെയ്തിട്ടില്ല. ചായ അടിച്ച് കാണാൻ പോയതാ. വെയിലാകുമ്പോഴത്തേനും കൊണ്ടുവരാമെന്ന് വിചാരിച്ച് മോനും കണ്ടീരങ്ങൾ എൻ്റെ കൂടെ നല്ലോണം ഹെൽപ്പ് ചെയ്യണമുണ്ട്, വീണുമുണ്ട്, നീച്ചണമുണ്ട്. ഇതൊക്കെയാണ് ഓൻ്റെ പണിയിട്ടാ. പണ്ട് കൊണ്ടുപോയിട്ടാൽ വെയിലത്ത് അങ്ങനെ കിടന്ന് ഉണങ്ങട്ടല്ലേ. മഴ ചെയ്യണ പേടിയൊന്നുമില്ലല്ലോ. നല്ലോണം ഉണങ്ങിയിട്ട് ടെറസിൻ്റെ മേലെ കൊണ്ടുപോയിക്കാണ്ട് പാക്കിടാനാണ് കരുതിയിരിക്കണം കേട്ടോ. നല്ല കനള്ള നല്ല ചുള്ളലല്ലേ. ശരിയൊക്കെ ഞാൻ അങ്ങനെ ടെറസിൻ്റെ മേലെ പാക്കിടല കേട്ടോ. പുറത്ത് വിറകര ഇട്ടാൻ പറ്റൂലല്ലോ. അപ്പോൾ മേലെ കൊണ്ടുപോയിക്കാണ്ട് അങ്ങനെ ഒന്നായിട്ട് കെട്ടി പാക്കിട്ടുകാണ്ട് വെക്കലാട്ടോ. വിറകും ഓലക്കൊടിയും ഒക്കെ അങ്ങനെ ചെയ്യലാണ്. അവിടെ വലിയൊരു ഷീറ്റിന് വിരിച്ചലാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു മഴയും കൊള്ളൂല, നല്ല ഇതാണല്ലോ. ഏതായാലും ഏകദേശമൊക്കെ കൊടുന്ന് കഴിഞ്ഞു. മുറ്റത്ത് ഇങ്ങനെ കൊടുന്നിടുകയാണ്. എനിക്ക് പിന്നെ ഒരു പണി ഉണ്ടായാൽ പിന്നെ മീവനാക്കാൻ ഞാൻ വലിയ പൊറുതേടാണ്. ആ പണി കഴിഞ്ഞിട്ടേ ഞാൻ വേറെയുള്ള പണി എടുക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ വിറകുണ്ടാക്കാൻ പോലെ വിറക് കൊണ്ടരല്, ഏറ്റി കൊണ്ടരല് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആങ്ങളെ വണ്ടിയിൽ കൊടുന്നു തരാമെന്ന് പറയിട്ടല്ല കേട്ടോ. അവൻ്റെ അടുത്ത് കൊട്ട ജീപ്പൊക്കെ ഉണ്ട്. ഓൻ കൊടുന്നു തരാം, ഞാൻ കൊടുന്നിട്ടായിരുന്നു. എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ കൊടുന്നിട്ടായിരുന്നു. എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് കൊണ്ടുവരുന്നല്ല, പച്ച വിറകല്ലേ. അപ്പോൾ കത്തിച്ചാനൊന്നും പറ്റൂല. ഞാൻ പിന്നെ നമ്മളെ തടിക്കൊരു എക്സസൈസും കൂടി ആയിക്കോട്ടെ വെച്ചിട്ടാട്ടോ ഈ പണിയൊക്കെ എടുക്കണത്. കുറേ നേരത്തെ നടക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ നോർമലാകുമല്ലോ വേർത്ത് ഇങ്ങനെ ഒലിച്ചുമ്പോൾ. അതൊക്കെ വിചാരിച്ച് രസമായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ആ മരം മുറിച്ചണോല് എന്നോട് ഇങ്ങനെ പറയാം, ഞാനിത് കൊണ്ടുപോകണ്ടിട്ടേ എന്നോട് പറയാം. അവർക്കൊരു കണ്ടപ്പോൾ എന്തോ തോന്നിയിരിക്കണു. അപ്പോൾ എന്നോട് പറയാം, ഇത്രങ്ങാനും വിറക് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് പോകലുണ്ട് ഓരോരോ സ്ഥലത്തൊക്കെ. മരം ഞങ്ങൾക്ക് എന്നും തന്നെയല്ലേ ഞങ്ങളെ ഡ്യൂട്ടി. അപ്പോൾ നല്ല നല്ല വിറകുകളൊക്കെ അതേമാതിരി വലിയ വലിയ പൂളകളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് പോരലാണല്ലോ. അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോന്നാൽ മതിയല്ലോ എന്നൊക്കെ എന്നോട് പറയട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ
അതിപ്പോൾ നിങ്ങൾ എവിടെ ഏതാണെന്നും അറിയില്ലല്ലോ. അപ്പോൾ അത്ര ഇതിലിപ്പോൾ ആവശ്യത്തിന് വിറകൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ വിറക്, ഇനി ഇത് കഴിയുമ്പോഴല്ലേ അപ്പം നോക്കാമെന്നും പറഞ്ഞു കേട്ടാ. അപ്പോൾ അയാളും തന്നെ മറ്റേ മുതലാളി അറിഞ്ഞില്ല, പ്ലാവ് വാങ്ങിയ ആളിങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒരു മൂന്നാളും, എൻ്റെ ആങ്ങളെയും എൻ്റെ ഹസ്ബൻഡും ഈ പിന്നെ ഇത് വാങ്ങിയ ആളും ഗൾഫിൽ ഒരുമിച്ച് പണിയെടുത്തോലാട്ടോ. അപ്പം ഇങ്ങനെ അസുഖത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ പിന്നെന്താ വിറകിടുന്നൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇടിച്ചക്കയൊക്കെ ഉണ്ടാക്കിയിട്ടാ. ആ നല്ലോണം തൊലി ചെത്തി കളഞ്ഞിക്കാണ്ട് കുക്കറിലിട്ടാണ് വേവിച്ചു. കൂനൊന്നും അറിയാതെ അങ്ങനെ ചെത്തി കഷ്ണങ്ങളാക്കിയാണ് കുക്കറിലിട്ടാണ് വേവിച്ചു കാണ്ട് പിന്നെന്താ പറയുക, നല്ലോണം വെന്തക്കണമല്ലോ. കൂന് വരെ അലിഞ്ഞിങ്ങനെ പോരുന്നേ. ചിലതിൻ്റെ ആ കൂനൊക്കെ ഞാൻ ഒഴിവാക്കി. കൂന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവുമോ അറിയില്ല, അതിൻ്റെ മേൽഭാഗം ആ കട്ടിയുള്ള ഭാഗം കേട്ടോ, അത് ഇതിൽ അലിഞ്ഞ് പോയിക്കണു. എന്നാലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കും ചെയ്യുക. കുറച്ച് ഞാൻ കളഞ്ഞു, കുറച്ച് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നല്ല മൂർച്ചുള്ള കത്തി വേണമല്ലോ ഇങ്ങനെ ചെത്തി ചെറുതാക്കി കഷ്ണങ്ങളാക്കാൻ. അതിനേക്കാളും എളുപ്പം ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ ചതക്കുക, നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിൽ കഷ്ണം ഇട്ടുകാണ്ട് ഞാൻ ആ ചതക്കണ ഉരലിൻ്റെ മമ്മി കുട്ടി ഉണ്ടല്ലോ, ആദ്യമായിട്ടാണ് ചതക്കണത്. നല്ലോണം അലീസായി ഇങ്ങോട്ട് പോരും. മറ്റേ പറഞ്ഞാൽ കഷ്ണങ്ങളായി ഇങ്ങനെ കെടുക്കും. കയ്യുമ്മ തട്ടും, ഒക്കെ ഒരു പേടിയാണ്. കയ്യുമ്മ തട്ടാല മൂർച്ചയാകാരം കത്തിക്ക്, ചക്കക്കറ്റാൻ മൂർച്ചയുണ്ടാവില്ല. അപ്പോൾ അത് കയ്യുമ്മ തട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എളുപ്പപ്പണി എടുക്കണം കേട്ടോ. എൻ്റെ അമ്മ അങ്ങനെയൊക്കെ കാട്ടീൻ്റെ ഉരലിലിട്ടിടിച്ചുക, ഉരലെ കലോ മൂറി എന്നാക്കി തുടച്ചുകാണ്ട് ഉരലിലിട്ടിടിച്ചുക, അമ്മയും വെച്ച് കുത്തുക, അങ്ങനെയൊക്കെ ആയാറിയാം കുറേ ലാഭമാണ്. അപ്പം ഈ വർഷത്തെ പിന്നെന്താ ആദ്യത്തെ പിന്നെ ഇടിച്ചക്ക കൂട്ടാനിട്ടാ 1-ാം തീയതി തന്നെ നമുക്ക് ഇടിച്ചക്ക കിട്ടി. ഇപ്പം എല്ലായിടത്തൊക്കെ മൂത്തിട്ടുണ്ടാവും. ചക്കൊന്നും പഞ്ചല്ല കേട്ടോ. നമ്മളെ വീട്ടിലില്ലെങ്കിലും തൊട്ടടുത്ത് എല്ലായിടത്തും ചക്ക ഉണ്ട് കേട്ടോ. അതിനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാനത് കടുവറക്കണേ, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ട് കടുകും ഉണക്കമുളകും ഇട്ടുകാണ്ട് കേട്ടോ. തുമ്പിച്ചാണ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകാണ്ട് കടുക് ഇറക്കുക. എന്നിട്ട് കഞ്ഞി കുടിച്ചുക, ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുക. ഇതിലേക്കല്ല ബീഫൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയാണ്ടല്ലോ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല രസമാണ് ബീഫ് ഉണ്ടായ. അതിൻ്റെ ചെറിയൊരു മസാല മതി, നല്ല ടേസ്റ്റാണ്. ഇടിച്ചക്ക നിങ്ങളൊക്കെ വെക്കലുണ്ടാവൂലേ? ഇനി വെക്കാല, ചക്കക്കാലം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ, പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളൊക്കെ അറിയിച്ചപ്പോൾ എല്ലാവരും കമൻറ്റും നല്ല കമൻറ്റുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചാണ്, വേറെ കൊടുന്ന് കുഴങ്ങിയല്ലോ. അപ്പോത്തിന് അതിക്കൊരു കൂട്ടാനും കിട്ടി, കഞ്ഞിയും കുടിച്ചാണ്. ഇനിയിപ്പോൾ മറ്റുള്ള കൂട്ടാനുകളൊക്കെ ഉച്ചക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. കർമ്മത്തിണ്ട്, ബീൻസ് ഉണ്ട്, ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്. അതിന് സമയമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പുതുവത്സരാശംസകളാണല്ലേ എല്ലാവരും. പിന്നെന്താ ഇതുവരെ സപ്പോർട്ട് ചെയ്ത മതി, ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.